Hi everyone, this is Dr. Manjula. Welcome to Manjula's Nurses Learning Academy. Today we are going to discuss some of the old questions from psychiatric nursing. First question, a woman strongly believes and says that a superstar from film industry is in love with her and it is termed as what? Grandiose delusion, egg bomb syndrome, de Clerambault syndrome, Ganser syndrome. Parayavo? എന്താണ് ഒരു ലേഡി ഷി ബിലീവ്സ് ദാറ്റ് എ പേഴ്സൺ ഓഫ് ഹയർ സ്റ്റേച്ചർ അല്ല ഒരു ഫിലിം സ്റ്റാർ ഫഹദ് ഫാസിൽ അവരുമായിട്ട് സ്നേഹത്തിലാണ് എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അപ്പൊ അതിനെ എന്താണ് പറയുന്നത്? അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥേനെ നമ്മൾ പറയുന്നതാണ് എന്താണ് ഉത്തരം? ഡി ക്ലെറൻബോൾട്ട് സിൻഡ്രോം. സോ ഇറ്റ് ഈസ് എ ഡെല്യൂഷണൽ. ഡി ക്ലെറൻബോൾട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു ഡെല്യൂഷൻ ആണ്, വേർ ദ പേഴ്സൺ ബിലീവ്സ് ദാറ്റ് സംബഡി ഹൂ ഈസ് ഓഫ് ഹയർ ലെവൽ, അത് ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, യൂഷ്വലി ഫിലിം സ്റ്റാർസിനെയൊക്കെ അവർ പറയുക. സോ ദേ ആർ ഇൻ ലവ് വിത്ത് ദം. പിന്നെ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഗ്രാൻഡിയസ് ഡെല്യൂഷൻ. ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം, ക്ലെറൻബോൾട്ട് സിൻഡ്രോം ആണോ ഗ്രാൻഡിയസ് ഡെല്യൂഷൻ ആണോ എന്നുള്ളത്. ഗ്രാൻഡിയസ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര പവറിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു തോന്നൽ. ഇപ്പം ഞാൻ പറയുവാണ് ഞാൻ ജയലളിതയാണ്, അതല്ലെങ്കിൽ ഞാൻ ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥ. ആൻഡ് ഐ എം ഓഫ് എ പേഴ്സൺ ഹൂ ഹാസ് എ ഹയർ പവർ ആൻഡ് സ്റ്റേച്ചർ. അങ്ങനെയുള്ള തോന്നലിനെയാണ് നമ്മൾ ഗ്രാൻഡിയസ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് അൺഷേക്കബിൾ ബിലീഫാണ്. അപ്പോൾ ഇറ്റ്സ് എ ഫാൾസ് ബിലീഫ് of having exceptional power and wealth or fame. Okay, അടുത്ത egg bomb syndrome എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡെല്യൂഷണൽ പാരസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം പാരസൈറ്റ്സ് ഇങ്ങനെ ശരീരത്തിൽ കൂടി ഇങ്ങനെ സ്കിന്നിൽ കൂടെ ഒക്കെ എഴിഞ്ഞഴിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു തോന്നലാണ് egg bomb syndrome എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് the person feels that he is infested with parasites. അടുത്ത ഗാൻസർ സിൻഡ്രോം. ഗാൻസർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെയർ ഡിസോസിയേറ്റീവ്, ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ ഡിസോസിയേറ്റീവ് ഡിസോർഡർ വിത്ത് നോൺസെൻസിക്കൽ ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. നമ്മൾ 2+2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണ്? 4 അല്ലെ 4 എന്ന് പറയും. പക്ഷെ അവർ പറയും എന്താണ്? ചെയർ എന്ന് പറയും, അല്ലെങ്കിൽ ടേബിൾ. അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരു നോൺസെൻസിക്കൽ ഉത്തരമാണ് തരിക. Ganser syndrome എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് എ റെയർ ഡിസോസിയേറ്റീവ് ഡിസോർഡർ. കംപ്ലീറ്റ്ലി അവർ റിയാലിറ്റിയിൽ നിന്നും ടോട്ടലി ഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് ഗാൻസേഴ്സ് സിൻഡ്രോം. സോ മറ്റ് ഓപ്ഷൻസ് ഇതൊക്കെയാണ്. സോ പ്ലീസ് സ്റ്റഡി ദി അതർ ഡിസ്ട്രാക്ടേഴ്സ് ഓൾസോ, ബിക്കോസ് ഇത് ഓരോന്നും ഓരോ ചോദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. സോ ഡി ക്ലെറൻബോൾട്ട് സിൻഡ്രോമിന്റെ വേറൊരു പേരാണ് എന്താണ്? എറക്ടോമാനിയ. എറക്ടോമാനിയ എന്ന് പറഞ്ഞാൽ സംബഡി ഹു ഈസ് ഇൻ ലവ്, ഹയർ സ്റ്റേറ്റസിലുള്ളവർ ഈസ് ഇൻ ലവ് വിത്ത് ദം എന്നുള്ള തോന്നല. അടുത്ത ചോദ്യം, എ 12-year-old ബോയ് ഹാസ് എ മെന്റൽ ഏജ് ഓഫ് 8 years. യഥാർത്ഥത്തിൽ 12 years ഉള്ള കൊച്ചാണ്, പക്ഷെ അതിന്റെ മെന്റൽ ഏജ് 8 years ആണ്. വിച്ച് ടൈപ്പ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ഡസ് ഹി ബിലോങ് ടു? അപ്പൊ ഈ കണ്ടീഷനിൽ ഈ കൊച്ചിന് ഏത് ക്ലാസ്, ഏത് ടൈപ്പ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ആണ് ഉള്ളത്? മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. സോ മെന്റൽ റിട്ടാർഡേഷന്റെ ക്ലാസിഫിക്കേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്കിത് ഉത്തരം പറയാം. എന്താണ് മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ? അപ്പൊ നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ ഇപ്പൊ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയപ്പെടുന്നത്. സോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്താണ്? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഐക്യൂനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ chronological age into 100. So that is how you calculate the IQ. Mental age divided by chronological age into 100. ഇവിടെ ഈ കുട്ടിയുടെ മെന്റൽ ഏജ് എത്രയാണെന്ന് പറഞ്ഞത്? മെന്റൽ ഏജ് 8, chronological age is 12. So mental age divided by chronological age into 100, IQ approximately comes to 67, 66.6 വരും. നമ്മൾ റൗണ്ട് ചെയ്ത് 67 ആണ് IQ കിട്ടുന്നത്. അപ്പൊ ആ IQ ഇതിലേത് ക്ലാസ്സിലാണ് ബിലോങ് ചെയ്യുന്നത്? മൈൽഡ് IQ എന്ന് പറഞ്ഞാൽ IQ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ IQ ബിറ്റ്വീൻ 50 to
69. IQ between 50 to 69, we call it as mild mental retardation. So അങ്ങനെയുള്ളവർക്ക് they can be trained, okay? They can learn some academical skills up to 6th grade level. അപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഒരു ലെവലിൽ അത്രയ്ക്കും പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഇനി മോഡറേറ്റ് മെൻ്റൽ റിട്ടാർഡേഷൻ്റെ IQ എത്രയാണ്? 35 to 49. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കുറച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് അക്കാഡമിക് സ്കിൽസിന് ഒരു ലിമിറ്റഡ് അക്കാഡമിക് സ്കിൽസ് ആണുള്ളത് അവർക്ക്. സോ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ അക്കാഡമിക് സ്കിൽസിന് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ ആണെങ്കിലോ IQ ഇസ് ബിറ്റ്വീൻ 20 to 34. ഇങ്ങനെയുള്ളവർക്ക് ഡെയിലി ടാസ്ക് ചെയ്യാനും നമ്മൾ വിത്ത് സൂപ്പർവിഷൻ ഉള്ളി ദേ ക്യാൻ ഡു. ലൈക്ക് ബാത്റൂമിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ മുടി ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ദേ നീഡ് സപ്പോർട്ട്. Then profound mental retardation അല്ലെങ്കിൽ intellectual disability എന്ന് വെച്ചാൽ അവിടെ IQ is less than 20. So they are fully dependent on caregivers. Okay, so these are the classification of mental retardation or intellectual disability. So it is better that you know the levels, the IQ ranges, and to what extent or what kind of disability, to what extent their disabilities are. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ ആ കുട്ടിക്ക് മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ കാരണം IQ ഇസ് 67 ആണ്, അപ്രോക്സിമേറ്റ്ലി 67. സോ മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോമിക്കേഷൻ ഈസ് മോസ്റ്റ് കോമൺലി എൻകൗണ്ടർഡ് ഇൻ വിച്ച് ഓഫ് ദിസ് കണ്ടീഷൻ? ഫോമിക്കേഷൻ എന്താണ്? ഫോമിക്കേഷൻ ഏത് കണ്ടീഷനിലാണ്? സ്കിസോഫ്രീനിയ, ആങ്സൈറ്റി ഡിസോർഡർ, എപ്പിലെപ്സി, കൊക്കെയ്ൻ യൂസ്. പറയാവോ ഏത് കണ്ടീഷനിലാണ് ഫോമിക്കേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? സ്കിസോഫ്രീനിയയിലാണോ, ആങ്സൈറ്റി ഡിസോർഡറിലാണോ, എപ്പിലെപ്സിയിലാണോ, കൊക്കെയ്ൻ യൂസിലാണോ? ഇറ്റ് ഈസ് ഇൻ കൊക്കെയ്ൻ യൂസ്. ഓക്കെ, എന്താണ് ഫോമിക്കേഷൻ? ഫോമിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റ് ഈസ് എ ടാക്ടൈൽ ഹാലുസിനേഷൻ. ശരീരത്തിൽ കൂടെ എല്ലാം ഇങ്ങനെ എന്തൊക്കെയോ ഇൻസെക്ട്സ് ക്രോൾ ചെയ്ത് നടക്കുന്ന പോലെ അവർക്ക് തോന്നും, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ വണ്ടൊക്കെ വീടുണ്ടാക്കി അതിനകത്ത് കൂടിയൊക്കെ നടക്കുന്ന പോലെയൊക്കെ അവർക്ക് തോന്നും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫോമിക്കേഷൻ. സോ ദേ ഫീൽ ദാറ്റ് ദെയർ ആർ ഇൻസെക്ട്സ് ക്രോളിങ് അണ്ടർ ദ സ്കിൻ ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് കൊക്കെയ്ൻ യൂസ് അല്ലെങ്കിൽ മെത്താംഫിറ്റമൈൻ യൂസ്. ഓക്കെ, മെത്താംഫിറ്റമിൻ അല്ലെങ്കിൽ കൊക്കെയ്ൻ യൂസിലാണ് ഈ കണ്ടീഷൻ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോൾ വിഡ്രോവൽ ഉള്ള ആൾക്കാർക്കും കാണാൻ സാധിക്കും ഇത്. അതുപോലെ ആംഫിറ്റമൈൻ ഡ്രഗിൻ്റെ ഇൻടോക്സിക്കേഷൻ ഓർ വിഡ്രോവൽ യു ക്യാൻ സീ ദിസ് കണ്ടീഷൻ. പിന്നെ ചില മെഡിക്കൽ കണ്ടീഷൻസിലും ആൾക്കാർ ഇങ്ങനെ ഒരു ഫോമിക്കേഷൻ ഫീലിംഗ് ഹാലുസിനേഷൻ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. എന്താണ്? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ, അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതിയിലൊക്കെ ഇങ്ങനെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൊക്കെയ്ൻ യൂസ് ആണ് മെയിനായിട്ടും. പിന്നെ അത് കൂടാതെ ചില കണ്ടീഷൻസിൽ ഇപ്പോൾ ഫോമിക്കേഷൻ ഇസ് സീൻ ഇൻ വിച്ച് മെഡിക്കൽ കണ്ടീഷൻ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയിലൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പം മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? സ്കിസോഫ്രീനിയ, ആങ്സൈറ്റി ഡിസോർഡർ, എപ്പിലെപ്സി ഒക്കെ ആയിരുന്നു മറ്റ് ഓപ്ഷൻസ്. അപ്പം സ്കിസോഫ്രീനിയയിൽ സാധാരണയായിട്ട് കാണുന്നത് ഓഡിറ്ററി ഹാലുസിനേഷൻസ് ആണ്. ആരോ ഇങ്ങനെ വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ സ്വരങ്ങൾ, സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് ഓഡിറ്ററി ആണ് മോസ്റ്റ്ലി ഹാലുസിനേഷൻസ് റാദർ ദാൻ ഫോമിക്കേഷൻ. ആങ്സൈറ്റി ഡിസോർഡേഴ്സിലാണെങ്കിലോ, ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ദേ ആർ ഹൈപ്പർ അവെയർനെസ് ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഇങ്ങനത്തെ സെൻസേഷൻസ് അല്ല, ഫോമിക്കേഷൻ പോലുള്ള സെൻസേഷൻസ് അല്ല. ദെൻ എപ്പിലെപ്സിയിലാണെങ്കിലും rarely you see formication, but more common with complex partial seizures are deja vu and or olfactory hallucinations. അപ്പം എപ്പിലെപ്സിയിൽ തന്നെ കോംപ്ലെക്സ് പാർഷ്യൽ സീഷേഴ്സിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു ഓൾട്ടേർഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ എന്ന് പറയാൻ സാധിക്കുന്നത് ഡീജാ വു ഫിനോമിന ആണ്.
deja vu, and also olfactory hallucinations can be seen in epilepsy. So patients with schizophrenia exhibits more of auditory ഹാലുസിനേഷൻസ്, കേൾക്കാനായിട്ട് പല സൗണ്ടുകൾ കേൾക്കും അവർ. പിന്നെ ആങ്സൈറ്റി ഡിസോർഡറിലാണെങ്കിലോ അവർക്ക് സെൻസേഷൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻസിൻ്റെ ഒക്കെ ഹൈപ്പർ അവെയർനെസ് ആണ്, അല്ലാതെ ഫോമിക്കേഷൻ അല്ല. പിന്നെ എപ്പിലെപ്സിയിലാണെങ്കിലോ കാണുന്നത് ഡിജാവു പോലത്തെ ഫിനോമിനൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A client admitted with severe depression is on treatment with escitalopram 10 mg daily for the past 2 weeks. Which of the following parameter is the most important to monitor closely? എസിറ്റലോപ്രം കിട്ടുന്ന ആൾക്ക് ഡിപ്രഷനാണ്, ഡിപ്രഷനുള്ള ഒരു പേഷ്യൻ്റ് എസിറ്റലോപ്രം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഏത് പാരാമീറ്റർ ആണ് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ളത്? ആപ്പറ്റൈറ്റ്, സ്ലീപ്പ്, സൂയിസൈഡൽ ഐഡിയേഷൻ, എനർജി ലെവൽ. എന്താണ് ഉത്തരം പറയാവോ? ഡിപ്രഷനുള്ള പേഷ്യൻ്റ് ആണ്, ആൻറ്റി ഡിപ്രസൻറ്റ് കിട്ടുന്നു. അപ്പം നമ്മൾ എന്ത് പാരാമീറ്റർ ആണ് ക്ലോസ്ലി മോണിറ്റർ ചെയ്യാനുള്ളത്? ഉത്തരം പറഞ്ഞേ. സൂയിസൈഡൽ ഐഡിയേഷൻ. കാരണം എന്താണ്? ഇത് ഈ എസിറ്റലോപ്രാം എന്ന് പറയുന്ന സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റർ ആണ്. അത് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പം ആദ്യത്തെ വീക്സിലൊക്കെയും തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സൂയിസൈഡൽ ഐഡിയേഷൻസ് ആൻഡ് ബിഹേവിയർ. ഇനിഷ്യൽ ഫേസ് ഉണ്ടല്ലോ, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഇനിഷ്യൽ ഫേസിൽ അവർക്ക് കൂടുതൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് വരും. ആ സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവരെ മോണിറ്റർ ചെയ്ത് ഇവരുടെ ബിഹേവിയറിനെ മോണിറ്റർ ചെയ്യുക. കീപ്പ് എ ക്ലോസ് വാച്ച് ഓൺ ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Highly disorganized thought process with bizarre behavior and regressive acts are associated with which of this condition? Highly disorganized thought process. Okay, disorganized thought process, പിന്നെ എന്താ bizarre behavior എന്ന് വെച്ചാൽ strange behaviors, അതുപോലെ regressive acts. These are found in delirium, hebephrenic schizophrenia, simple schizophrenia, catatonic schizophrenia. So ഈ കണ്ടീഷൻ ഏതിലാണ് ഈ മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കുന്നത്? ഏതാണ്? It is hebephrenic schizophrenia. Hebephrenic schizophrenia എന്ന് വെച്ചാൽ ഇതിനെ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ എന്നും പറയും. വേറൊരു പേര് ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഹിയർ ഈ നേരത്തെ പറഞ്ഞ എല്ലാ മാനിഫെസ്റ്റേഷൻസും കാണുന്നതാണ് ഹെബിഫ്രെനിക് ഓർ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. അവിടെ എന്താണ് പേഷ്യൻസ് കാണിക്കുന്നത്? വെരി ബിസയർ ബിഹേവിയർ, ഹൈലി ഡിസോർഗനൈസ്ഡ് തോട്ട് പ്രോസസ്. എന്ന് വെച്ചാൽ ഇൻകൊഹറൻറ്റ് സ്പീച്ച് ഉണ്ടാവും, ഇല്ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവും, എന്തൊക്കെയോ അവർ തിങ്ക് ചെയ്യുന്ന ഒരു ലോജിക്കൽ അല്ല, ഒരു കണക്ഷൻ ഇല്ലാതെ പല കാര്യങ്ങളും ഇല്ലോജിക്കലി സംസാരിക്കുകയും അത് സ്പീച്ച് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല, ഇൻകൊഹറൻറ്റ് സ്പീച്ചും ആയിരിക്കും. ബിസയർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ചില സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, വെറുതെ ഇങ്ങനെ ചിരിക്കുക, വെറുതെ കരയെ കിടന്ന് കൂവുക, അട്ടഹസിക്കുക, പിന്നെ ചില പ്രത്യേക മാനറിസംസ് ഒക്കെ കാണിക്കുക. ചില ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് തുള്ളുകയും അല്ലെങ്കിൽ അങ്ങനെ വെരി ഓഡ് മാനറിസംസ് ദേ ക്യാൻ എക്സിബിറ്റ്. ദെൻ റിഗ്രസീവ് ആക്ട് എന്ന് പറഞ്ഞാൽ, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഗോയിങ് ബാക്ക് ടു ചൈൽഡ്ഹുഡ്, ഗോയിങ് ബാക്ക് ടു ദി പാസ്റ്റ് ആണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിഗ്രസീവ് ആക്ട് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുക, ചൈൽഡ് ലൈക്ക് ബിഹേവിയേഴ്സ്. മുഖമൊക്കെ അങ്ങനെ കാണിക്കത്തില്ല, ഗ്രിമേസിങ്, കുഞ്ഞു കുട്ടികളുടെ പോലെ. നമ്മൾ എന്താ പറയുക, ചെറിയ കാലത്ത് കുഞ്ഞുങ്ങളുടെ ഒരു എക്സ്പ്രഷൻസ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് ക്യൂട്ടായിട്ടുണ്ടാവില്ല, അതുപോലെയൊക്കെ കാണിക്കുക. അതാണ് റിഗ്രസീവ് ആക്ട്സ്. ദെൻ ഫ്ലാറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് എഫക്റ്റ്. ഇൻഅപ്രോപ്രിയേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിറ്റുവേഷൻ, സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് അല്ല. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് കിടന്ന് അട്ടഹസിച്ച് ചിരിക്കുവാണ്, ഭയങ്കര ജോക്കൊക്കെ പറഞ്ഞ് ചിരിക്കുവാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ? സൊസൈറ്റിയിൽ അത് അക്സെപ്റ്റഡ് അല്ല അല്ലേ?
അപ്പോൾ അങ്ങനത്തെ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുക, ഇൻഅപ്രോപ്രിയേറ്റ് അഫക്റ്റ്. ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് അല്ല നമ്മളവിടെ കാണുന്നത്. ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് PSC എക്സാം, നിങ്ങൾ നഴ്സിംഗ് ഓഫീസർ എക്സാം ഫസ്റ്റ് റാങ്കോടെ പാസ്സായി എന്ന് നിങ്ങൾക്കൊരു ന്യൂസ് വന്നു. അപ്പം നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അന്തം വിട്ട് എനിക്കോ എന്നുള്ള അതിശയിച്ച് നിങ്ങൾ നിൽക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കാം? ഭഗവാനെ താങ്ക് യു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു പ്രാങ്ക് ആണോ എന്ന് നിങ്ങൾ സംതിങ് യു വിൽ റിയാക്ട് അല്ലേ? ഇതൊന്നും ഇല്ലാതെ മിണ്ടാതെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ് ഫ്ലാറ്റ് അഫക്റ്റ്. അവിടെ ഒരു ഇമോഷൻസും ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലാറ്റ് അഫക്റ്റ്. അപ്പോൾ ഹെബിഫ്രെനിക് സ്കിസോഫ്രീനിയയിൽ കാണപ്പെടുന്നതാണ് ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഡെലീരിയം. ഡെലീരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലീരിയം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, അറ്റൻഷൻ ഡെഫിസിറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ ബിസയർ ബിഹേവിയറും അത് പിന്നെ റിഗ്രസീവ് ആക്ട്സ് ഒന്നും ഡെലീരിയത്തിൽ ഉണ്ടാവില്ല. സിമ്പിൾ സ്കിസോഫ്രീനിയയിലാണെങ്കിലോ, സിമ്പിൾ സ്കിസോഫ്രീനിയൽ മാനിഫെസ്റ്റേഷൻസ് അപ്പതി, സോഷ്യൽ വിഡ്രോവൽ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ ബിസയർ ബിഹേവിയർ ഒന്നും കാണില്ല. ദെൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയയിലാണെങ്കിൽ കാറ്ററ്റോണിക് is mostly associated with motor disturbances, muscle stiffness or rigidity or waxy flexibility അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെയാണ്. സ്റ്റൂപ്പർ ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ആണ് അതിൽ കാണപ്പെടുന്നത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 25-year-old woman develops left arm paralysis following argument with her spouse. Neurological examination is normal. Which of the following is the most likely diagnosis? ഭാര്യയും ഭർത്താവും കൂടെ അടി ഉണ്ടാക്കി ഉടനെ ഭാര്യയ്ക്ക് ലെഫ്റ്റ് സൈഡ് അങ്ങനെ തളർന്നു പോയി, കൈ അങ്ങ് തളർന്നു പോയി. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ട് MRI എടുത്ത് ന്യൂറോളജിക്കൽ എക്സാമിനൊക്കെ ചെയ്തപ്പോൾ ഒരു ഡെഫിസിറ്റും കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ ഡയഗ്നോസിസ്? കൺവേർഷൻ ഡിസോർഡർ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, മാലിംഗറിങ്, ഫെക്റ്റീഷ്യസ് ഡിസോർഡർ. ഇതിനെന്താണ് പറയുന്നത്? അടിയുണ്ടാക്കി പെട്ടെന്ന് തന്നെ കൈ പാരാലിസിസ് ആയപ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞ് ഒരു സൈഡ് തളർന്നു പോയി. പക്ഷേ മറ്റ് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണ്. അപ്പോൾ വിച്ച് ഈസ് ദ ലൈക്ലി ഡയഗ്നോസിസ്? എന്താണ് ഉത്തരം? ഇറ്റ് ഈസ് കൺവേർഷൻ ഡിസോർഡർ. ഓക്കെ. അപ്പോൾ ഈ കൺവേർഷൻ ഡിസോർഡറിൽ നമുക്ക് സാധാരണയായിട്ടും ഒരു ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് കാണുന്നത്. പാരാലിസിസോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുകയോ, സീഷേഴ്സ് ചിലപ്പോൾ പെട്ടെന്ന് ബ്ലൈൻഡായി പോവുക, അങ്ങനെയൊക്കെ വിത്തൗട്ട് ആൻ ഓർഗാനിക് കോസ്. അപ്പോൾ ശരീരത്തിൽ ഫിസിക്കലി വേറെ കോസുകളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒരു MRI എടുക്കുമ്പോൾ അറിയാം ബ്രെയിൻ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ബ്രെയിൻ ഇസ് അബ്സല്യൂട്ട്ലി നോർമൽ. MRIയിൽ CTയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് വേറെ ഒന്നുമില്ല. ന്യൂറോ എക്സാമിനേഷനിൽ വേറൊന്നും നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനെ കൺവേർഷൻ ഡിസോർഡർ എന്നാണ് പറയുക. സോ പാരാലിസിസോ അല്ലെങ്കിൽ സീഷേഴ്സോ ബ്ലൈൻഡ്നെസ്സോ ഒക്കെ ആയിട്ട് അവർ പ്രശ്നം. യൂഷ്വലി ഇറ്റ് ഇസ് ട്രിഗർഡ് ബൈ സൈക്കോളജിക്കൽ സ്ട്രെസ്. ഇപ്പോൾ ക്ലാസ്സിൽ ചില പിള്ളേരെ ടീച്ചർ വഴക്ക് പറയത്തില്ല സ്കൂളിലൊക്കെ, അപ്പോൾ ഉടനെ ബോധം കിട്ട് അങ്ങനെ വീഴുക. അപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണിക്കുന്ന ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് കൺവേർഷൻ ഡിസോർഡർ. യൂഷ്വലി ആഫ്റ്റർ ആൻ ആർഗ്യുമെന്റ് ദേ ഡു ദിസ്. സോ അടുത്ത മറ്റ് ഓപ്ഷൻസ് എന്തായിരുന്നു? മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ എന്താ സംഭവിക്കുന്നത്? ഡീമൈലിനേഷൻ ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ നിന്ന് മനസ്സിലാവും. മാലിംഗറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്റൻഷനിൽ മനഃപൂർവ്വം കാണിക്കുന്നതാണിത്. പക്ഷെ ഒരു എക്സ്റ്റേണൽ ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കണം. ഭർത്താവിൻ്റെ എന്തെങ്കിലും സാധിച്ചെടുക്കണം, അല്ലെങ്കിൽ പാരൻസിൻ്റെ ബൈക്ക് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻഷനലി കാണിക്കുന്ന ചില മാനിഫെസ്റ്റേഷൻ, തലകറങ്ങി താഴെ വീഴുക, അല്ലെങ്കിൽ എപ്പിലെപ്സി പോലെ കാണിക്കുക. സോ അപ്പോൾ പേടിച്ചിട്ട് പാരൻസ് ചോദിച്ച സാധനം മേടിച്ചു കൊടുക്കുക. അങ്ങനെ ദാറ്റ് ഈസ് ഫോർ ആൻ എക്സ്റ്റേണൽ ഗെയിൻ, ദാറ്റ് ഈസ് മാലിംഗറിങ്. ഫെക്റ്റീഷ്യസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ
ഒരു സിക്ക് റോൾ അസ്യൂം ചെയ്യുകയാണ്. ഒരു ഇൻറ്റൻഷണൽ സിംറ്റം പ്രൊഡക്ഷൻ, മനഃപൂർവ്വമായിട്ട് ചില സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ലൈക്ക് ശ്വാസം മുട്ടൽ വരുന്നു, അതല്ലെങ്കിൽ തല ഇറക്കം വരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ടു ഗെറ്റ് സം അറ്റൻഷൻ ഫോർ ദറ്റ് സിക്ക് റോൾ. സ്വയം ഒരു സിക്ക് റോൾ അഭിനയിച്ച് എടുക്കുന്നതാണ് ഫെക്റ്റീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം മൂന്നും മനസ്സിലായല്ലോ, വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം കേട്ടോ. എന്താണ് മാലിങ്കറിങ്, എന്താണ് ഫെക്റ്റീഷ്യസ് ഡിസോർഡർ എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും I am just putting up the distractors also here so that another 3 questions you will get from this. Next question. Catastrophic reaction is a specific clinical feature related to conversion disorder, delirium, dementia, mania. So catastrophic disorder ഇതിൽ ഏത് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്? It is seen in dementia. അപ്പോൾ കാറ്റസ്ട്രോഫിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സാജറേറ്റഡ് ഇമോഷണൽ റെസ്പോൺസ് ആണ്. ചെറിയ കാര്യത്തിന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തത്രയ്ക്കും എന്താ പറയുക, ഓവർ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് ആണ് അവിടെ കാണുന്നത്. ബേസിക്കലി ബിക്കോസ് ഈ ഫ്രോണ്ടൽ അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബ് അല്ലെങ്കിൽ ടെമ്പറൽ ലോബിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. യൂഷ്വലി ഡിമെൻഷ്യ ഉള്ള അതുകൊണ്ടാണ് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, 80, 85, 90 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ദേ ബിക്കം അജിറ്റേറ്റഡ്, ആംഗ്രി ഫോർ സോ സില്ലി റീസൺസ്. നിങ്ങൾ ചായ കൊണ്ടുവച്ചു, ആ ചായയുടെ ഗ്ലാസിൻ്റെ വലിപ്പം മാറിപ്പോയി, അല്ലെങ്കിൽ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ വലുതായിപ്പോയി, ഉടനെ അതിന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക, ചായയൊക്കെ എടുത്ത് എറിയുക, ഞാനിനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല, എനിക്ക് മര്യാദയില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് അല്ലെ. ഒരു ചായ കൊണ്ടുപോയി വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ വലിപ്പം വലുതായാലും എന്ത് ചെറുതായാലും എന്ത്, ചായ അതിനകത്തുണ്ട്, നല്ല ചായയുണ്ട്, ചൂടായ ചായയുണ്ട്, കുടിച്ചാൽ മതിയല്ലോ. പക്ഷെ അത് നമ്മളെപ്പോലെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഡിമെൻഷ്യ ഉള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ദേ ഓവർ എക്സാജറേറ്റ് ദ റിയാക്ഷൻസ്, ഇമോഷണൽ റെസ്പോൺസസ്. അത് വേറൊന്നും കൊണ്ടല്ല, ഫ്രോണ്ടൽ ലോബ്, പാരൈറ്റൽ ലോബിനൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. സോ ദർ കുഡ് ബി ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഇൻ ദോസ് ലോബ്സ് ആൻഡ് ദർ ബിഹേവിയർ ചേഞ്ചസ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് കാറ്റസ്ട്രോഫിക് റിയാക്ഷൻ. കാറ്റസ്ട്രോഫിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റിമുലേക്ക് സഡൻ ഓവർ എക്സ്പ്ലോഷൻ ഓഫ് ദി ഇമോഷണൽ റെസ്പോൺസ്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കൺവേർഷൻ ഡിസോർഡർ. എന്താണ് കൺവേർഷൻ ഡിസോർഡർ? നമ്മൾ ഓൾറെഡി ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂറോളജിക്കൽ സിംറ്റംസ് വിത്തൗട്ട് ഓർഗാനിക് കോസ്. അതാണ് ഓർഗാനിക് കോസിൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോസസ് ഒന്നും കാണുന്നില്ല, ബ്രെയിനിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ളതായിട്ടൊന്നും ഇല്ല, ട്രോമ ഇല്ല, സേഷ്യസ് ഇല്ല, ട്യൂമർ ഇല്ല, ഇതൊന്നുമില്ല. പക്ഷേ പേഷ്യൻസ് ഇത് എക്സിബിറ്റ് ചെയ്യും, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് എക്സിബിറ്റ് ചെയ്യും. ഡെലേറിയം ഓൾറെഡി ഇതും പറഞ്ഞു, ഇറ്റ് കോസസ് അക്യൂട്ട് കൺഫ്യൂഷൻ ആൻഡ് അറ്റൻഷൻ ഡെഫിസിറ്റ്. മാനിയ എന്ന് പറയുന്നത് എന്താണ്? മൂഡ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. എലിവേറ്റഡ് മൂഡാണ് എപ്പോഴും നിൽക്കുന്നത്, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഗ്രാൻഡിയോസിറ്റി. ഇതാണ് മാനിയയുടെ മാനിഫെസ്റ്റേഷൻസ്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് എപ്പോഴും ഒരു യൂഫോറിക്, ഒരു എലിവേറ്റഡ് സ്റ്റേറ്റിലാണ്, എപ്പോഴും ഹാപ്പി ആയിട്ട്, എപ്പോഴും ബബ്ലി ആയിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവരെ. ആൻഡ് ഗ്രാൻഡിയോസിറ്റി. Next question, which of the following is the drug of choice for ADHD? ADHDക്ക് കൊടുക്കുന്നത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പരോക്സെറ്റിൻ, ഫ്ലൂക്സെറ്റിൻ, റോബോക്സെറ്റിൻ, അറ്റോമോക്സെറ്റിൻ, ഇതിൽ ഏത് ഡ്രഗാണ് ADHDക്ക് കൊടുക്കുക? അറ്റോമോക്സെറ്റിൻ is the drug which is a non-stimulant, non-adrenergic reuptake inhibitor drug. ഈ ക്ലാസിഫിക്കേഷനിലാണ് അത് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഫോർ ADHD. മറ്റു ഡ്രഗ്സ് ഒക്കെ ഡിപ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനി മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ ഓഫ് എ പേഴ്സൺ ഇസ് 23. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? അപ്പോൾ മിനി മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ ചെയ്തപ്പോൾ സ്കോർ കിട്ടി 23 അത്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? പറയാവോ? നോർമൽ കൊഗ്നീഷൻ, മൈൽഡ് ഡിമെൻഷ്യ, മോഡറേറ്റ് ഡിമെൻഷ്യ, സിവിയർ ഡിമെൻഷ്യ, ഇതിലേതാണ് വരുന്നത്? മിനി മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ്റെ സ്കോർ 23 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോർമൽ
കൊഗ്നീഷൻ. ഓക്കെ, നോർമൽ കൊഗ്നി ഇപ്പോൾ നമ്മൾ മിനി മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ്റെ സ്കോർ റേഞ്ച് പറയുവാണെങ്കിൽ 0 to 30 ആണ്. അതിൽ 24 to 30 എന്ന് പറയുന്നത് നോർമൽ കൊഗ്നീഷൻ ആണ്. 18 to 23 എന്ന് പറയുന്നത് മൈൽഡ് കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ ഏർലി ഡിമെൻഷ്യ. ഡിമെൻഷ്യയുടെ ഒരു ഏർലി സ്റ്റേജസ് അത് കാണിക്കുന്നു. 10 to 17 എന്ന് പറയുന്നത് മോഡറേറ്റ് ഡിമെൻഷ്യ ആൻഡ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ സിവിയർ ഡിമെൻഷ്യ. സോ മിനി മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 30 ആണ്. സോ ആ റേഞ്ച് പഠിച്ചു വെച്ചോളുക, which will tell you the different classifications. Next question, which of the following is not a therapeutic communication technique? Which is not a therapeutic communication technique? Accepting, advising, exploring, and summarizing. So, therapeutic communication technique, advising, and it is not recommended as a therapeutic communication method. അഡ്വൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചെയ്യും, അത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നു നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ യു ഡോണ്ട് ഗിവ് എനി അഡ്വൈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോസിങ് യുവർ തോട്ട് പ്രോസസ്. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ബിലീഫ്സ്, നിങ്ങളുടെ പെർസെപ്ഷൻസിന് അവിടെ ഇമ്പോസ് ചെയ്യുന്നതാണ്, വിച്ച് ഇസ് നോട്ട് എ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? അക്സെപ്റ്റിംഗ്. ഓക്കെ, അക്സെപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് അയാൾ ആരാണോ എന്താണോ അതിനെ നമ്മൾ അങ്ങനെ തന്നെ അക്നോളജ് ചെയ്യുകയാണ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഇയാൾ ഇങ്ങനെയല്ലേ, അല്ലെ ഇപ്പോൾ ഒരു HIV പോസിറ്റീവായിട്ട് ഒരു പേഷ്യൻ്റ് വന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ ഇയാൾ ബഹുക്കേമൻ, ഇയാൾ അങ്ങനെ പോയിട്ടല്ലേ ഇങ്ങനെ ആയത്, അത്യാവശ്യം വേണം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഒന്നും ഒരിക്കലും നമുക്ക് പാടില്ല. അതാണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു അക്സെപ്റ്റ് ദ പേഷ്യൻറ്റ് ആസ് ഹി ഈസ്, ദറ്റ് ഈസ് അക്സെപ്റ്റിംഗ്. അതൊരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ്പ്ലോറിങ്. എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത് യു ആർ ഗോയിങ് ഡീപ്പർ ഡിസ്കഷൻസിൽ കൂടെ പല കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതാണ് എക്സ്പ്ലോറിങ്. ദറ്റ് ഈസ് എ സെക്കൻഡ്. ദെൻ സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറയുന്ന ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി കീ പോയിൻറ്റ്സിനെയൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഫർദർ റീഎൻഫോഴ്സ് ചെയ്യുന്നതാണ് സമ്മറൈസിങ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻ്റ് പറയും. അതിനകത്ത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ഇതല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് എടുക്കുന്നതാണ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സം ഓഫ് ദ മെത്തേഡ്സ് ഓഫ് തെറാപ്യൂട്ടിക് communication. Okay, so accepting is a therapeutic communication, exploring is a therapeutic communication, summarizing is a therapeutic communication. ഇതിൽ അല്ലാത്തെന്ന് പറയുന്ന advising. Next question, a nurse educates the caregiver of a client with schizophrenia and they should avoid comments or hostility towards the client. Here the nurse focuses on which of the following? So ഒരു കെയർ ഗീവർ, സ്കിസോഫ്രീനിയ പേഷ്യൻറ്റിൻ്റെ കെയർ ഗീവറിന് നേഴ്സ് ചില കാര്യങ്ങൾ പറയുകയാണ്. അവർ നേഴ്സ് എന്താ പറയുന്നത്? ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നുണ്ട്, യു ഷുഡ് അവോയ്ഡ് എനി നെഗറ്റിവിറ്റി, നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി. സ്കിസോഫ്രീനിക് പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിച്ചും ഒരു ശത്രുതാ മനോഭാവത്തിൽ അവരോട് ഇടപഴകുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നേഴ്സ് പറയുന്നു. സോ വാട്ട് ഈസ് ഷീ ഫോക്കസിങ് ഓൺ ഹിയർ when she does that? She's focusing on the explicit emotions, exaggerated emotions, implicit emotions, expressed emotions. എന്താണ് എക്സ്പ്രസ്ഡ് ഇമോഷൻസ്? എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി എക്സ്പ്രസ് ചെയ്യുന്ന അവരുടെ വികാരങ്ങൾ, ആ എന്താ പറയുക, ഹോസ്റ്റിലിറ്റി, ഓവർ ഇൻവോൾവ്മെൻറ്റ്, അതൊക്കെയാണ് എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ സ്കിസോഫ്രീനിക് പേഷ്യൻസിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ
അവർ പിന്നെയും റിലാപ്സിലേക്ക് വരും. സോ ദേ വിൽ നോട്ട് ഗെറ്റ് ബാക്ക് ടു നോർമൽസി. ഫാമിലി സപ്പോർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സ്കിസോഫ്രീനിക് പേഷ്യൻസ് റീഹാബിലിറ്റേഷൻ. സോ റിലാപ്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ over involved attitudes, negative attitudes, hostility, everything should be avoided. That is called as expressed emotions. Next question, a mentally ill client exhibits gradual or sudden deviation in the train of thoughts without blocking. The nurse identifies this as tangentiality, derailment, schizophasia or paraphasia. എന്താണ്? ഒരു mentally ill client exhibits gradual or sudden deviation in the train of thoughts without blocking. അപ്പം തോട്ട് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡീറെയിൽമെൻറ്റ്, അല്ലെങ്കിൽ വേറൊരു പേരാണ് ലൂസനിങ് ഓഫ് അസോസിയേഷൻസ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തമ്മിലൊരു അസോസിയേഷൻ ഇല്ലാതെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ഡീറെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ടോപ്പിക്കിൽ നിന്നും വേറൊരു ടോപ്പിക്കിലേക്ക്. ഞാൻ ഇന്ന് രാവിലെ കോളേജിലേക്ക് പോയപ്പോൾ ഒരു പട്ടി കുറുകെ ചാടിയപ്പോൾ ഒരു ബസ് വന്ന് ഞാൻ അങ്ങനെ പോയി. അപ്പുറത്ത് കൂടി ഒരു നീല ഉടുപ്പിട്ട കൊച്ച് ബിരിയാണി തിന്നു, ബിരിയാണി നല്ലതായിരുന്നു. ഇങ്ങനെ വേറെ ഏതൊക്കെയോ കണക്ഷൻ ഇല്ലാതെ ഒരു ലോജിക്കൽ തിങ്കിങ് ഇല്ലാതെ പോകുന്നതാണ്. പക്ഷെ ഒരു ബ്ലോക്കൊന്നുമില്ല, തോട്ട് ബ്ലോക്കൊന്നുമില്ല, ചെറുപറാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡീറെയിൽമെൻറ്റ്. അടുത്തത്, a nurse communicates to the client that I will stay with you until you finish your breakfast. The therapeutic communication technique used here is, so the nurse is telling the patient, നിങ്ങൾ ഭക്ഷണം കഴിച്ച് തീരുന്നോടം വരെ ഞാനിവിടെ കൂടെ ഉണ്ടാകും. അപ്പം അത് എന്ത് തരം തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ആണ്? ഫോക്കസിങ്, ബ്രോഡ് ഓപ്പണിംഗ്, ഓഫറിംഗ് സെൽഫ്, റിഫ്ലക്റ്റിംഗ്. എന്താണ് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. യു ആർ ജസ്റ്റ് ഓഫറിങ് യുവർ സെൽഫ്, അല്ലേ? ഞാനിവിടെ ഉണ്ട്, കൂടെ ഉണ്ട്, കൂട്ടിനുണ്ട്, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നതാണ്. സോ മേക്കിംഗ് ദംസെൽവ്സ് അവൈലബിൾ. സോ ദ നേഴ്സ് ഇസ് മേക്കിംഗ് ഹെർസെൽഫ് അവൈലബിൾ ഇൻ എ വെരി സപ്പോർട്ടീവ് മാനർ ആൻഡ് യു ആർ നോട്ട് ഇമ്പോസിങ് എനി ഡിമാൻഡ്സ് ഓർ എനി കണ്ടീഷൻ. അവിടെ ഡിമാൻഡ്സ് ഇല്ല, കണ്ടീഷൻസിലോ ഒന്നുമില്ല. യു ജസ്റ്റ് ഓഫറിങ് യുവർ സപ്പോർട്ട് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഓഫറിങ് സെൽഫ്. അടുത്ത ക്വസ്റ്റ്യൻ, a client presents with persistent and pervasive feelings of apprehension and a belief that the person is inferior to others, and also excessive preoccupation of being rejected in social situation. This type of personality disorder is an anarchistic personality disorder, avoidant personality disorder, dependent personality disorder, emotionally unstable personality disorder. ഇതിൽ ഏതാണ്? സോ പേഷ്യൻ്റ് എന്താണ്? ദേ ഹാവ് പെർസിസ്റ്റൻറ്റ് ഫീലിങ്സ് ഓഫ് അപ്രിഹെൻഷൻ. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി വെരി അപ്രിഹെൻസീവ് ആൻഡ് ഓൾസോ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. മറ്റാൾക്കാരിൽ നിന്നൊക്കെ ഇൻഫീരിയർ ആണ് ഞാൻ എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം. So they when they go into midst of people or in the middle of people, they feel that okay, nobody will recognize me or nobody will give enough of respect or position for me. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സോഷ്യൽ സിറ്റുവേഷൻസിൽ നിന്ന് അകന്നു നിൽക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി. ദിസ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇസ് കോൾഡ് ആസ് avoidant personality disorder. അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്? ദേ ഹാവ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ? അവർ ദേ ആർ വെരി ഹൈപ്പർ സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, ഞാൻ ഇങ്ങനെ നടന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, അങ്ങനെയൊക്കെ ഉള്ള വെറും എന്താ പറയുക, വെറും സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്രിറ്റിസിസവും റിജക്ഷനും ഒക്കെ അവർക്ക് താങ്ങാനായിട്ട് പറ്റില്ല. സോഷ്യൽ ഇൻഹിബിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഫോർ ഫിയർ ഓഫ് എംബാരസ്മെൻറ്റ്, മറ്റുള്ളൊരു ഫ്രണ്ടിൽ ഞാൻ കൊച്ചാക്കപ്പെടുമോ എന്നുള്ള ഒരു ഫിയർ. ഫീലിങ്സ് ഓഫ് ഇൻഎഡിക്വസി,
that they are inferior to others, and desire for relationships or extreme fear of disapproval. അപ്പോൾ റിലേഷൻഷിപ്സ് വേണം, പക്ഷെ they also are scared of being disapproved. So that is a sign of avoidant personality. ഇനി മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അതിനെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ എന്താണ് അവരുടെ പ്രശ്നം? അവർക്ക് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, പെർഫെക്ഷനിസം ആണ്. അവർ ഭയങ്കര റിജിഡാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മാറിക്കഴിഞ്ഞാൽ ദേ ബിക്കം വെരി റെസ്റ്റ്ലെസ്. ഒരു സാധനം, ഒരു പേന ഇവിടെ ഈ ടേബിളിൽ ഇരിക്കണം എന്ന് വെച്ചാൽ ആ ടേബിളിൽ അവിടെ തന്നെ ഇരിക്കണം, ആ കോർണറിൽ തന്നെ ഇരിക്കണം. അത് ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദേ ബിക്കം സോ വെരി റെസ്റ്റ്ലെസ്. സോ ദേ ആർ റിജിഡ്, ദേ ആർ വെരി പെർഫെക്ഷനിസ്റ്റ്, ആൻഡ് ദേ ഹാവ് എക്സസീവ് കൺട്രോൾ. അവർ കൂടുതലും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമവും കൂടി ഉണ്ട്. ദെൻ മറ്റ് ചോയ്സസ് എന്തായിരുന്നു? ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ ഒത്തിരിയും അങ്ങ് they are so much excessively reliant on somebody else for decision making, and also they fear abandonment. എന്ന് വെച്ചാൽ ഇപ്പം വൈഫ് കൂടുതലും ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുക, എല്ലാ ഡിസിഷനും ആൾ തന്നെ എടുക്കണം. മാർക്കറ്റിലോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ അത് ഭർത്താവ് പറയണം, അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചിട്ട് ചെയ്തുള്ളൂ. അങ്ങനെ എക്സസീവ്ലി ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദം. ബിക്കോസ് വൈ? ബിക്കോസ് ഞാൻ അയാൾ പറയുന്ന പോലെ ചെയ്തില്ല, അല്ലെങ്കിൽ അതുപോലെ നിന്നില്ലെങ്കിൽ എന്നെ കളഞ്ഞു വെച്ച് പോകുമോ എന്നുള്ള ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. സോ ദാറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി. ഇനി അടുത്ത് എന്താണ്? ഇമോഷണലി അൺസ്റ്റേബിൾ, അല്ലെങ്കിൽ അതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നും പറയും. ഇവിടെ എന്താണ്? ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. ചിലപ്പോൾ എന്താ പറയുക, ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ചിലപ്പോൾ ബേസ്റ്റ് ഔട്ട് ചെയ്യും, ചെറിയ കാര്യങ്ങൾക്ക് ബേസ്റ്റ് ഔട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ വെരി ഇമ്പൾസീവ്, പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം. ആൻഡ് ദേ ഓൾസോ ഹാവ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാരണം പലരിലും റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനോ കീപ്പ് ചെയ്യാനോ സാധിക്കാതെ പോകുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി. ഓക്കെ, അടുത്ത ചോദ്യം. A client during manic episode has delusion of persecution and poverty. The nurse identifies this as mood congruent delusion, secondary delusion, mood incongruent delusion, primary delusion. അപ്പോൾ മാനിക് എപ്പിസോഡിൽ ഒരു പേഷ്യൻ്റ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആൻഡ് പോവേർട്ടി എക്സിബിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് എന്താണ്? അതിനെ നമ്മൾ വിളിക്കുക മൂഡ് കോൺഗ്രുവൻറ്റ് ഡെലൂഷൻ, സെക്കൻഡറി ഡെലൂഷൻ, മൂഡ് ഇൻകോൺഗ്രുവൻറ്റ് ഡെലൂഷൻ, പ്രൈമറി ഡെലൂഷൻ. So that is actually called as mood incongruent delusion. കാരണം മാനിയയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഗ്രാൻഡ്യൂസിറ്റിയും ഭയങ്കര ഫ്ലാംബോയിൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഓൾവേസ് ഇങ്ങനെ യൂഫോറിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സും സ്പെഷ്യൽ പവർ ഉണ്ടെന്നും അങ്ങനെയൊക്കെ നടക്കുന്ന ആളാണ് യൂഷ്വലി മാനിക് എപ്പിസോഡ് ടൈമിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പം വെൻ ദേ ആർ എക്സ്പീരിയൻസിങ് എന്താ പറയുക, പോവേർട്ടി, എനിക്കൊന്നുമില്ല, ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷൻസ്, ആരോ എന്നെ കൊല്ലാൻ വരുന്നു, ഒരുമാതിരി ഡിപ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുന്നു എങ്കിൽ ദാറ്റ് ഈസ് വെരി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദി എലിവേറ്റഡ് മൂഡ് ഓഫ് മാനിയ. അതുകൊണ്ടാണ് ഇൻകോൺഗ്രുവൻറ്റ് ഡെലൂഷൻ, മൂഡ് ഇൻകോൺഗ്രുവൻറ്റ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അവരുടെ മൂഡിന് നേരെ ഘടകവിരുദ്ധമായ ഒരു ഡെലൂഷനാണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ വാട്ട് വി എക്സ്പെക്ട് ഇൻ എ മാനിക് എപ്പിസോഡ് ഈസ് എ വെരി ഫ്ലാംബോയൻറ്റ്, വെരി യൂഫോറിക്, വെരി ഗ്രാൻഡിയോസ് കൈൻഡ് ഓഫ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. പക്ഷെ ഇവിടെയാണെങ്കിൽ പോവർട്ടിയും പെർസിക്യൂട്ടറി ഡെലൂഷൻസും ഒക്കെയാണ് ക്ലയൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ടോട്ടലി എന്താ പറയുക, കോൺട്രഡിക്റ്റിംഗ് ദെയർ കൈൻഡ് ഓഫ് മൂഡ്. അപ്പോൾ അതുകൊണ്ടാണ് മൂഡ് ഇൻകോൺഗ്രുവൻറ്റ് ഡെലൂഷൻ എന്നിവിടെ പറയുന്നത്. Next question. A client receiving antipsychotic may develop extrapyramidal side effects. So which among the following
is an anticholinergic drug which is used to reduce the extrapyramidal side effects. അപ്പോൾ നിങ്ങൾക്കറിയാം സൈക്കോട്ടിക് ഡ്രഗ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എടുക്കുമ്പോൾ എക്സ്ട്രാപിരമിഡൽ സിംറ്റംസ് അവർ സൈഡ് ഇഫക്ട്സ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എന്താണ് ഈ സൈഡ് ഇഫക്ട്സ് വരാതിരിക്കാൻ? ഇറ്റ് ഈസ് എൻ ആൻറ്റിcholinergic ഡ്രഗ്. ബ്രോംക്രിപ്റ്റിൻ, ട്രൈഹെക്സിഫെൻ, സിനിമാറ്റ്, പെർഗോലൈഡ്. ഇതിലേതാണ് നമ്മൾ EPS എക്സ്ട്രാപിരമിഡൽ സിംറ്റംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ട്രൈഹെക്സിഫെനിഡൈൽ. ട്രൈഹെക്സിഫെനിഡൈൽ ഒരു ആൻറ്റിcholinergic ആണ്. ഓക്കെ, സോ ആക്ച്വലി നമ്മുടെ എക്സ്ട്രാപിരമിഡൽ സിംറ്റംസ് അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ആക്ച്വലി ബ്ലോക്സ് ദി ഡോപ്പമൈൻ റിസെപ്റ്റേഴ്സ്. Okay, these antipsychotics will block the dopamine receptors. അപ്പോൾ ഈ എന്താ പറ്റുക, നമ്മുടെ acetylcholine excess, you know the balance between dopamine and acetylcholine. So acetylcholineന്റെ എക്സസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്ട്രാ പിരമിഡൽ സൈഡ് ഇഫക്ട്സ് എല്ലാം അത് കാണിക്കും. ആ എക്സൈറ്റേറ്ററി ഇഫക്ട്സ് എല്ലാം ഉണ്ടാവുന്നു. വൈ? ബിക്കോസ് ദി antipsychotic drug actually blocks the dopamine receptors. So dopamine receptors in a block ചെയ്ത് കഴിയുമ്പം automatically there is an increase in the acetylcholine levels, and that is responsible for creating so much of agitation in the nervous in the musculoskeletal system. അപ്പോൾ എക്സ്ട്രാപിരമിഡൽ സൈഡ് ഇഫക്ട്സ് അതുകൊണ്ടാണ് വരുന്നത്. സോ ദിസ് ട്രൈഹെക്സിഫെനിൽ ഇസ് an anticholinergic. What does it do? It antagonizes the acetylcholine and reduces the extrapyramidal side effects. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബ്രോമോക്രിപ്റ്റിൻ. ബ്രോമോക്രിപ്റ്റിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പാർക്കിൻസോണിസം. ഓക്കെ, ഇറ്റ്സ് എ ഡോപ്പമിൻ എഗോണിസ്റ്റ്. ഡോപ്പമിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആൻഡ് യൂസ്ഡ് ഇൻ പാർക്കിൻസോണിസം. സിനമെറ്റ് എന്ന് പറയുന്നത് ലീവോഡോപ്പ അല്ലെങ്കിൽ കാർബിഡോപ്പ, എഗെയിൻ പാർക്കിൻസോണിസത്തിന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. പെർഗോലൈഡ് എന്ന് പറയുന്നതും it is another dopamine agonist which is again used in Parkinsonism. So ഈ മൂന്ന് ഡ്രഗും പാർക്കിൻസോണിസത്തിന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. Next question. Client with borderline personality disorder tends to idealize a friend as perfect at the start of the relationship. But at the first disappointment, the client suddenly considers the friend spelling mistake on friend as a cheater. This defense mechanism is used in dissociation, displacement, undoing, splitting. അപ്പോൾ എന്താണ്, ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കത്തിൽ ചക്കരയും തേനയെന്ന് പറഞ്ഞിരിക്കുന്ന ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ഭയങ്കര ഐഡിയൽ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, സഡൻലി എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ ഇവനൊരു മഹാ ചീറ്ററാണ് എന്ന് കാണുന്ന ആ ഒരു കണ്ടീഷൻ, അതൊരു ഡിഫെൻസ് മെക്കാനിസം. ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫെൻസ് മെക്കാനിസത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുക. അപ്പം നല്ല പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോകുമ്പോൾ ഇതാണ് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന റിലേഷൻഷിപ്പ്. സഡൻലി എന്തോ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ ഇനി ഇവൻ വേണ്ടേ വേണ്ട, ഇയാളൊരു മഹാ ചീറ്ററാ, ഒരു എന്താ പറയുക, വൈക്ക് കൊള്ളാത്ത ഒരുത്തന എന്നൊക്കെ ഉള്ള ഒരു ഡിഫെൻസ്, ആ ഒരു തോട്ട് പ്രോസസ്. ആൻഡ് ദാറ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ് കോൾഡ് ആസ് സ്പ്ലിറ്റിംഗ്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംസ് ആണ്, ഐദർ ബ്ലാക്ക് ഓർ വൈറ്റ്. ഇതിൻ്റെ ഇടയിലുള്ള ഗ്രേ ഷെയ്ഡ്സ് ഇല്ല, മനസ്സിലായി? എക്സ്ട്രീംസാണ്. ഒന്നുകിൽ എന്താ പറയുക, ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളറിക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെയാണ്. ദർ ഇസ് നോ മിഡിൽ ഗ്രൗണ്ട്, ഒരു മിഡിൽ ലെവലിൽ ഒരു പരിപാടിയില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്പ്ലിറ്റിംഗ്. മറ്റു ചോയ്സസ് എന്തൊക്കെയായിരുന്നു? ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് ഡിസോസിയേറ്റ് നിൽക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക. യു ഫീൽ
ഡിസ്കണക്റ്റഡ്, നമ്മൾ പറയത്തില്ലേ സാക്ഷിഭാവം എന്നൊക്കെ പറയില്ലേ, തേർഡ് പേഴ്സണിനെ പോലെ നിന്ന് ഇവന്റ് നോക്കുന്നില്ലേ, സിറ്റുവേഷൻ നോക്കുന്നത്, അതാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ അടുത്ത് തോന്നുന്ന ഇമോഷൻസിനെ നമ്മൾ നേരെ എടുത്ത് മറ്റൊരാളുടെ മണ്ടയ്ക്കോട്ട് കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ റീഡയറക്റ്റിംഗ് ഇമോഷൻസ് ഫ്രം വൺ ടാർഗറ്റ് ടു എ സേഫർ വൺ. ഇപ്പൊ അങ്ങാടി തോറ്റതിന് അമ്മയെ തല്ലുന്നെന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഓഫീസിൽ ബോസുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് ഭാര്യനെ എടുത്തിട്ട് ഇടിച്ച് പപ്പടാക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഒരു തിരിച്ച് റിയാക്ട് ചെയ്യാത്തൊരു എന്താ പറയുക, ഒരു സേഫർ ടാർഗറ്റിലോട്ട് ഈ ഇമോഷൻസിനെല്ലാം വെൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അൺഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണ്. അൺഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് തോട്ടിനെ നമ്മൾ അൺഡൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു വിത്ത് പോസിറ്റീവ് വൺ. അപ്പം നമ്മുടെ തലയിൽ എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട്, അല്ലെങ്കിൽ യു ഹാവ് ഡൺ സംതിങ് നെഗറ്റീവ് ആൻഡ് ദെൻ യു ട്രൈ ടു അതിന് തേച്ച് മാച്ച് കളയാൻ ശ്രമിക്കുക നല്ലത് ചെയ്തിട്ട്. ദറ്റ് ഈസ് അൺഡൂയിങ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് തന്നെ ഭാര്യ എടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇടിച്ച് ഇവിടെയൊക്കെ കണ്ണൊക്കെ ഇടിച്ച് മുറിച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അയ്യോ ഐ എം വെരി സോറി അയ്യോ തേനെ ചക്കരെ പാലെ പോട്ടെ സാരമില്ല, അങ്ങനെ പറ്റിപ്പോയതാ, ഇങ്ങനെ പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഉണ്ടാകും, ഇങ്ങനെ ഓവറായിട്ട് അപ്പോളജൈസ് ചെയ്യുന്നു. ഇതാണ് അൺഡൂയിങ് എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. Okay. Next question. When administering medication, the nurse needs to assess patient's response to medication. Okay, so the nurse uses the following rating scale for assessment of neuroleptic induced Parkinsonism for patient receiving antipsychotics. അപ്പം ആൻറ്റിസൈക്കോട്ടിക്സ് കഴിക്കുന്ന പേഷ്യൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഒക്കെ വരും എന്നുള്ള. അപ്പം ഇവിടെ ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസത്തിന് നമ്മൾ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും വലിയ ചോദ്യം കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് പാർട്ട് തന്നെ വെറുതെയാണ്, അതിന് നിങ്ങൾക്ക് ടൈം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. സെക്കൻഡ് പാർട്ട് തന്നെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ന്യൂറോലെപ്റ്റിക് ഒരു ആൻറ്റിസൈക്കോട്ടിക് കിട്ടുന്ന ഒരാൾക്ക് ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ് പാർക്കിൻസോണിസം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, അസസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്, സ്കെയിൽ എന്താണെന്നാണ് ചോദ്യം. സിംസൺ ആൻഗസ് റേറ്റിംഗ് സ്കെയിൽ, അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് സ്കെയിൽ, ക്ലിനിക്കൽ ഗ്ലോബൽ ഇംപ്രസീവ് സ്കെയിൽ, ടൊറന്റോ സൈഡ് ഇഫക്റ്റ് സ്കെയിൽ. ഇതിലേതാണ് നമ്മൾ ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസത്തിന് റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് സിംസൺ ആൻഗസ് റേറ്റിംഗ് സ്കെയിൽ, അല്ലെങ്കിൽ SARS എന്ന് പറയുന്ന റേറ്റിംഗ് സ്കെയിലാണ്. സോ ആ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ സിംറ്റംസ് ആണ് അസസ് ചെയ്യുന്നത്? റിജിഡിറ്റി അസസ് ചെയ്യും, ബ്രാഡികൈനേസി അല്ലെങ്കിൽ സ്ലോവ്ഡ് മൂവ്മെന്റ്സ്, ട്രെമേഴ്സ് ആൻഡ് പോസ്റ്റുറൽ ഇൻസ്റ്റെബിലിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കെയിൽ, SARS എന്ന് പറയുന്ന സ്കെയിൽ കൊണ്ട് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് അസസ് ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടും ഈ ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ് പാർക്കിൻസോണിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ സിംസൺ ആൻഗസ് റേറ്റിംഗ് സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് സ്കെയിൽ അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്നത് ടാർഡീവ് ഡിസ്കൈനേസിയനെ അസസ് ചെയ്യാൻ. ഇതൊക്കെയും എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിൽ വരുന്നതാണ്, ടാർഡീവ് ഡിസ്കൈനേസിയ, ഡിസ്റ്റോണിയ ഒക്കെ ഉള്ളത്. സോ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, ടാർഡീവ് ഡിസ്കൈനേസിയയിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്, അത് അസസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് എയിംസ് എന്ന് പറയുന്നത്. അടുത്ത ചോയ്സ് എന്തായിരുന്നു? ക്ലിനിക്കൽ ഗ്ലോബൽ ഇംപ്രഷൻ സ്കെയിൽ അല്ലെങ്കിൽ CGI. വാട്ട് ഡസ് ഇറ്റ് ഡു? ഇൽനസ് സിവിയറിറ്റിയുടെയും ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസിൻ്റെയും ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ റെസ്പോൺസിനെയും അസസ് ചെയ്യുന്ന ടൂളാണ് അത്. ദെൻ ടൊറന്റോ സൈഡ് ഇഫക്റ്റ് സ്കെയിൽ എന്ന് പറയുന്ന ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ ജനറൽ സൈഡ് ഇഫക്ട്സ് ആണ്, ബട്ട് നോട്ട് ലൈക്ക് സ്പെസിഫിക് അല്ല. നമ്മൾ SARS എന്ന് പറയുന്ന സിംസൺ ആൻഗസ് റേറ്റിംഗ് സ്കെയിൽ ഇസ് വെരി സ്പെസിഫിക് ഫോർ ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം, വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. പക്ഷേ ടൊറന്റോ സൈഡ് ഇഫക്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറൽ സൈഡ് ഇഫക്ട്സിനെ അസസ് ചെയ്യുന്ന ഒരു
tool. Okay, it is not very specific, as specific as SARS for Parkinson's. Right? Next question. A mental health nurse works in community or home along with other team members to provide unlimited medical, psychosocial, rehabilitative services to adults with severe mental illness. This type of community intervention is referred as traditional mental health care, multi-system therapy, case management, assertive communicative therapy. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽത്ത് നേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോം സിറ്റുവേഷനിൽ ഹോം സെറ്റപ്പിൽ മറ്റ് ടീം മെമ്പേഴ്സും ആയിട്ട് ചേർന്നിട്ട് ഇവിടെ മെഡിക്കൽ, സൈക്കോസോഷ്യൽ ആൻഡ് റീഹാബിലിറ്റേറ്റീവ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷനെ എന്താണ് വിളിക്കുക? ഇത് ട്രഡീഷണൽ മെൻ്റൽ ഹെൽത്ത് കെയർ ആണോ, മൾട്ടി സിസ്റ്റം തെറാപ്പി ആണോ, കേസ് മാനേജ്മെൻ്റ് ആണോ, അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി ആണോ? ഇറ്റ് ഈസ് കോൾഡ് ആസ് അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി. ഓക്കെ, അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടീം ബേസ്ഡ് അപ്രോച്ച്. ഓക്കെ, നമുക്ക് ഇവിടെ ചിലപ്പം നമുക്കിങ്ങനെ ഇത് ചിലപ്പോൾ ബി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കാരണം ഒരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പല പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. സോ എയും സിയും അല്ലാന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നുള്ളത് ബിയും ഡിയും ആണ്. അതിനകത്തു നിന്ന് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് മൾട്ടി സിസ്റ്റം തെറാപ്പി അല്ല, അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി? ഇറ്റ് ഈസ് എ ടീം ബേസ്ഡ് അപ്രോച്ച്. അവിടെ നമ്മളൊരു കോംപ്രിഹെൻസീവ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ ആണ് പേഷ്യൻസ് കൊടുക്കുന്നത്. അതും ദോസ് വിത്ത് സിവിയർ മെൻ്റൽ ഇൽനെസ്സിൽ, പെർസിസ്റ്റൻറ്റ് മെൻ്റൽ ഇൽനെസ്സിൽ കണ്ടീഷൻ, അങ്ങനത്തെ കണ്ടീഷനുള്ള ആൾക്കാരിൽ നമ്മൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഒരു ടീം അപ്രോച്ചിൽ കൊടുക്കുന്ന കെയർ ആണ് അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടെ ഒന്ന് നോക്കിക്കോളുക. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം കൊടുക്കുന്ന കെയർ ആണ്. അതിനകത്ത് നഴ്സസ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെ പലരും കൂടെ ചേർന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ കെയർ ആണിത്. ദെൻ അൺലിമിറ്റഡ് ആൻഡ് ലോങ് ടേം സപ്പോർട്ട്. ഒത്തിരി കാലം, ഇപ്പോൾ പെർസിസ്റ്റന്റ് മെൻ്റൽ ഇൽനെസ് ഉള്ളവർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ലോങ് ടേം ആയിട്ട് അവർക്ക് സപ്പോർട്ട് വേണം. എത്ര ലിമിറ്റ് ഇല്ല, 2 വിസിറ്റ് 3 വിസിറ്റ് അങ്ങനെയില്ല. വി ആർ ഗിവിങ് ലോങ് ടേം സപ്പോർട്ട് ആൻഡ് ദേ ആർ ഡയറക്ട്ലി, ഓൾ ദീസ് സർവീസസ് ഓർ കെയർ ഇസ് ഡെലിവേർഡ് അറ്റ് ദെയർ ഹോം. കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് കെയർ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഫിസിക്കൽ മാത്രമല്ല, ഇറ്റ് ഈസ് മെഡിക്കൽ, സൈക്കോസോഷ്യൽ, റീഹാബിലിറ്റേറ്റീവ്, everything, crisis intervention, everything. It's a holistic care that you give. And high staff to patient ratio. എന്തിനാണ്? ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കോണ്ടാക്ട്. അവരോടൊപ്പം തന്നെ സപ്പോർട്ടിന് ആൾക്കാരും ഉണ്ട്. അതാണ് സം ഓഫ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് അസേർട്ടീവ് കമ്മ്യൂണിറ്റി തെറാപ്പി ട്രീറ്റ്മെൻറ്റ്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ട്രഡീഷണൽ മെൻ്റൽ ഹെൽത്ത് കെയർ. ട്രഡീഷണൽ മെൻ്റൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് യൂഷ്വലി ഹോസ്പിറ്റൽ, ഓഫീസ് ബേസ്ഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലെസ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ മൾട്ടി സിസ്റ്റം തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റിസ്ക് യൂത്ത് ആൻഡ് ഫാമിലീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന കെയർ ആണ്. കേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് coordinates services but does not provide direct unlimited treatment like ACT. അപ്പോൾ കേസ് മാനേജ്മെൻറ്റിന് ഒരു കേസ് എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സർവീസസ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ബട്ട് വി ഡോണ്ട് പ്രൊവൈഡ് ഈ ACTയിൽ കൊടുക്കുന്ന പോലെ ഡയറക്റ്റ് കെയർ നമ്മൾ അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. Next question. A client who has recently diagnosed to have cancer says that the investigations are wrong and that it cannot happen to him. The nurse who provides care to this client recognizes this as an
appraisal focused coping, anticipatory coping, problem solving, problem focused coping, ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ്. അപ്പോൾ എന്താണ്, ക്യാൻസർ എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് വന്നു ഒരു പേഷ്യൻറ്റ്. ഫസ്റ്റ് ഡയഗ്നോസിസ് കെയിം ഔട്ട് ദാറ്റ് ഷീ ഈസ് ഹാവിങ് ക്യാൻസർ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർ പറയുന്നത് എന്താണ്, ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെയും തെറ്റാണ്, ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ, ഐ കനോട്ട് ഹാവ് ഇറ്റ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് coping ആണ്, what kind of coping mechanisms is she exhibiting? Appraisal focused coping, anticipatory coping, problem focused coping, emotion focused coping. എന്താണിത്? It is emotion focused coping. So what is it? What is emotion focused coping എന്ന് വെച്ചാൽ managing the emotional distress rather than directly addressing the problem. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അവർക്കൊരു ഡിസ്ട്രെസ് ഉണ്ടായി, അയ്യോ എനിക്കിപ്പോൾ ക്യാൻസർ ആയല്ലോ എന്നൊരു ഇമോഷണൽ ഡിസ്ട്രെസ്സിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ആ ഡിസ്ട്രെസ്സിനെ ആ ഡിസ്ട്രെസ്സിനെ എങ്ങനെ അവർക്ക് കുറയ്ക്കാൻ പറ്റും, ആ രീതിയിലാണ് അവർ അത് ചിന്തിക്കുന്നത്. അല്ലാതെ ഈ റിയാലിറ്റീനെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. സോ ദേ കനോട്ട് accept the reality of the diagnosis and they use denial. ഇത് ബേസിക്കലി ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഡിനയൽ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് അവരിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഷീ ഈസ് ട്രൈയിങ് ടു ഡു ദി ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ്. അവരുടെ ഇമോഷൻസിനെ അവർ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് അതൊരു ഓവർ ബെയറിംഗ് ആയിട്ട് വരുന്ന ആ ഇമോഷണൽ ഇൻറ്റൻസിറ്റീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടിയാണിത്, ഡിനേ ചെയ്യുക എന്നുള്ളത്. ആ റിയാലിറ്റീനെ അങ്ങോട്ട് ഡിനേ ചെയ്യുക. ഷീ ഈസ് നോട്ട് ഫോക്കസിങ് ഡയറക്റ്റ്ലി ഓർ അഡ്രസ്സിങ് ദ റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. So denial to reduce the immediate emotional pain. ആ പെയിനിനെ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതാണ്. So that is why it is called as emotion focused coping. ഇവിടെ വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു എക്സാമ്പിളിൽ വരുന്ന ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഡിനയൽ ആണ്. ഓക്കെ, സോ ഷീ ഈസ് ട്രൈങ് ടു, അല്ലെങ്കിൽ ഒരു ഗ്രീഫ് റിയാക്ഷൻ്റെ ആദ്യത്തെ സ്റ്റേജ് അതാണല്ലോ ഡിനയൽ എന്ന് പറയും. പിന്നെ ലാസ്റ്റാണ് അക്സെപ്റ്റൻസ് വരുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദറ്റ് കുബ്ലർ-റോസിൻ്റെ ഗ്രീഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിനയലാണ്. അതാണ് ഇവരിവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അപ്രൈസൽ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റീഇൻറ്റർപ്രറ്റിംഗ് ദ മീനിങ് ഓഫ് ദ സ്ട്രെസ്സർ. അപ്പോൾ അവിടെ സ്ട്രെസ്സർ എന്ന് പറയുന്നത് ക്യാൻസർ ഡയഗ്നോസിസ് ആണ്. അപ്പോൾ അതിനകത്തും അതിനകത്തൊരു നന്മ നമ്മൾ കാണുന്നു. നമ്മൾ പറയത്തില്ലേ, കൊളോക്കിയൽ ഇതിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറയും. അപ്പം എന്തിനും ഏതൊരു കയറ്റത്തിനും ഏതൊരു ഇറക്കത്തിനും ഒരു കയറ്റം ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്രൈസൽ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷനെ ഒന്നും കൂടി റീഇൻറ്റർപ്രറ്റ് ചെയ്ത് അതിനൊരു നല്ലൊരു മീനിങ് അതിൽ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. ആൻറ്റിസിപ്പേറ്ററി കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ച് കോപ്പി ചെയ്യുന്നതാണ്. സോ ഫ്യൂച്ചർ സ്ട്രെസ്സറിനെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പം ഒരു PSC പരീക്ഷ എഴുതാൻ പോവുകയാണ്. സോ ആക്ച്വലി ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്ട്രെസ്സർ ഫോർ ഓൾ ഓഫ് യു. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്ട്രെസ്സർ. അപ്പോൾ എക്സാം എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു സ്ട്രെസ്സറാണ്. അപ്പം അതിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇപ്പോഴേ ആ സ്ട്രെസ്സറിനെ നമുക്ക് കോപ്പ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് ഒരു ലെവലായി വന്നുകൊണ്ടേയിരിക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻറ്റിസിപ്പേറ്ററി കോപ്പിംഗ്. സോ യു ആർ പ്ലാനിങ് എഹെഡ് ഫോർ ദി സ്ട്രെസ്സർ ദാറ്റ് ഈസ് ഗോയിങ് ടു കം later in the future. So that is anticipatory coping. Then problem focused coping എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ട് ആ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ലൈക്ക് ഇവിടെ തന്നെയാണെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന ഡയഗ്നോസിസ് ഒരു സ്ട്രെസ്സറാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ്, ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രോബ്ലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം
അപ്പം സർജറി ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഏത് ഹോസ്പിറ്റലാണ് ബെറ്റർ അല്ലേ, അല്ലെങ്കിൽ ഏത് ഡോക്ടറാണ് ബെറ്റർ, എവിടെ കൊണ്ടുപോകണം, RCC കൊണ്ടുപോകണോ അതോ അമേരിക്കയിൽ കൊണ്ടുപോകണോ, എവിടെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ആക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. ആ പ്രോബ്ലത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലത്തിൻ്റെ ഇൻറ്റൻസിറ്റീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ്. ഓക്കെ, so these are the other options. Next question, a 35-year-old client with bipolar disorder is admitted after a manic episode with pressurized speech, grandiosity and insomnia for 4 days. The psychiatrist prescribes lithium. Which of the following baseline assessment is most critical before initiating lithium therapy? Thyroid function test, liver function test, serum creatinine electrolytes, complete blood count. So ഇത്രയും നീട്ടിപ്പിടിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ ബ്രെയിനിൽ സ്ട്രൈക്ക് ചെയ്യേണ്ടത്? ഇതൊരു മാനിക് പേഷ്യൻ്റ് ആണ്, അവർക്ക് ലിഥിയം കിട്ടുന്നുണ്ട്. ഓക്കെ, ലിഥിയം ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഏത് അസസ്മെൻ്റ് ആണ് നമ്മൾ ലിഥിയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്? സോ ലിഥിയം മാനിക് പേഷ്യൻറ്റിന് ലിഥിയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേത് അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്? തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, സിറം ക്രിയാറ്റിനും ഇലക്ട്രോലൈറ്റ്സും, പിന്നെന്താ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഏതാ ചെയ്യേണ്ടത്? നമ്മൾ സിറം ക്രിയാറ്റിനും ഇലക്ട്രോലൈറ്റ് ലെവൽസുമാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ലിഥിയം കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് ലൈൻ റീനൽ ഫങ്ഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ലിഥിയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. സോ വി ടെൻ ടു ടേക്ക് സിറം ക്രിയാറ്റിൻ ആൻഡ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കിഡ്നീസ് പ്രോപ്പറായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്ത് പറ്റും? എക്സ്ക്രീഷൻ, റീനൽ എക്സ്ക്രീഷൻ ഡിലേ ആവും, അല്ലെങ്കിൽ ലിമിറ്റഡ് ആവും. അങ്ങനെ ലിഥിയം ടോക്സിസിറ്റിയിലേക്ക് പേഷ്യൻ്റ് എത്തപ്പെടാം. സോ ചെക്കിങ് ദി സീറം ക്രിയാറ്റിനിൻ ലെവൽസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തത് എന്താണ്? ഇലക്ട്രോലൈറ്റ്സ്, എസ്പെഷ്യലി സോഡിയം. വൈ? ബിക്കോസ് ഡീഹൈഡ്രേഷൻ ഓർ ഹൈപ്പോനെട്രീമിയ ഓൾസോ ഇൻക്രീസസ് ലിഥിയം ടോക്സിസിറ്റി. So we want to make sure that the patient is not dehydrated, his or her electrolyte levels, especially sodium, is normal, because hyponatremia and dehydration will increase lithium toxicity. അടുത്തത് എന്താണ്? ബാക്കി ഓപ്ഷൻസ് എന്തായിരുന്നു? ലിവർ ഫങ്ഷനും പിന്നെ തൈറോയ്ഡ് ഫങ്ഷനും. അത് liver function is not actually related to this, but thyroid testing is important, but not as important as this, because thyroid hypothyroidism also can cause lithium toxicity. പക്ഷേ പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി ഇവിടെ കിഡ്നി ഫങ്ഷനാണ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ലിഥിയം ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ കിഡ്നീസ്. സോ മനസ്സിലായോ? മൾട്ടിപ്പിൾ ആൻസേഴ്സ് ചിലപ്പോൾ ശരിയെന്ന് നോക്കൂ, ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ശരിയെന്ന് തോന്നാം. പക്ഷേ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ആൻസേഴ്സ് അല്ല ചോദിച്ചിട്ടുള്ളത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ. ഇപ്പം 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നോ അല്ലെങ്കിൽ എ ആൻഡ് ബി എന്നോ ബി ആൻഡ് സി എന്നോ അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാ? അങ്ങനെയല്ല. ഇവിടെ സിംഗിൾ ആൻസറാണ് അവർ ചോദിക്കുന്നത്. അപ്പം ബെസ്റ്റ് ഓഫ് ദ അല്ലെങ്കിൽ ഹയർ പ്രയോറിറ്റി ഓഫ് ദ 2 ആൻസേഴ്സ് യു ഹാവ് ടു ചൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സിയും എയും ഉണ്ട്, പക്ഷേ ഇതിൽ തന്നെയും സി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത്. സോ യുവർ ആൻസർ ഇസ് serum creatinine and electrolyte levels has to be checked before you start administering lithium. Next question, a 45-year-old male with chronic alcohol disorder is admitted for alcohol withdrawal. So he exhibits tachycardia, hypertension, tremor, agitation, but no seizures or hallucinations. So he is given benzodiazepine for the symptom management. Which of the following medications should also be routinely administered to prevent a potentially life-threatening complication of alcohol withdrawal? So ഇവിടെ ഒരു ക്രോണിക് ആൽക്കഹോളിക് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ, വിഡ്രോവൽ സിംറ്റംസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഡോക്ടർ ബെൻസോഡയസെപ്പിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ട മറ്റേത് ഡ്രഗാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടു പ്രിവെൻറ്റ് ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ? തൈമിൻ,
Naltrexone, acamprosate, disulfiram. എന്താണ്? The answer is thiamine. അപ്പോൾ ക്രോണിക് ആൽക്കഹോളിക് പേഷ്യൻസിനൊക്കെ എന്താണ് പറ്റുക? തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ട് ബിക്കോസ് ഓഫ് ദി മാൽ ന്യൂട്രീഷൻ ആൻഡ് ദി മാൽ അബ്സോർപ്ഷൻ. ദേ ഡെവലപ്പ് ഓവർ ദി ഇയേഴ്സ് ദേ ഡെവലപ്പ് തൈമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ക്രോണിക് ആൽക്കഹോളിക് പേഷ്യൻ്റ് ആണ്, വിഡ്രോവൽ സിംറ്റംസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. തൈമിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ്? വെർണിക്കീസ് എൻകഫലോപ്പതി പ്രിവെൻറ്റ് ചെയ്യാനും കോസാക്കോസൈക്കോസിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും thiamine is very, very important. So that is one drug which you cannot omit. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നൽട്രോക്സോൺ, എക്കാംപ്രോസൈറ്റ് ഒക്കെ റിലാപ്സ് പ്രിവെൻഷൻ ആണ് കൊടുക്കുന്നത്. റിലാപ്സ് പ്രിവെൻഷൻ അത് വിഡ്രോവൽ സിംറ്റംസിന് വേണ്ടിയിട്ടല്ല. ഡൈസൾഫിറാം ആണെങ്കിലും അവേർഷൻ റിയാക്ഷൻ ഇഫ് ആൽക്കഹോൾ ഇസ് കൺസ്യൂംഡ്, ഇത് അവേർഷൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈസൾഫിറാം കൊടുക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ ദേ ഗെറ്റ് all kind of manifestation, but they then tend to avoid drinking alcohol. But withdrawal ഉള്ള ആൾക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ it will worsen the symptoms. So it should not be, disulfiram should not be given for patients who have withdrawal symptoms. Okay, so that you should keep it in mind. പിന്നെ അടുത്ത ഇതൊരു പോയിന്റ് ഓർത്തോളുക, തൈമിൻ നമ്മൾ എപ്പോഴും ബിഫോർ ഗ്ലൂക്കോസ്, it should be administered before giving glucose in alcohol withdrawal patients to avoid precipitating Wernicke's encephalopathy. So ഈ ഒരു കോംപ്ലിക്കേഷനിലോട്ട് അത് precipitate ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്ലൂക്കോസ് കൊടുക്കുന്നത് should always be given, thiamine should always be given before glucose, giving glucose. Next question. A 25-year-old male is threatening self-harm following a romantic rejection. He has history of frantic efforts to avoid abandonment, unstable relationship, and recurrent suicidal gestures. His mood shifts rapidly from anger to despair. He is visibly agitated. Which immediate intervention is most appropriate? ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻ എൻക്ലെക്സ് മോഡലിൽ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഒരാൾ എന്താണ് റൊമാൻറ്റിക് ഫെയിലിയർ, റിലേഷൻഷിപ്പ് ഫെയിലിയർ ഒക്കെ ആയി, പ്ലസ് പുള്ളിക്കാരന് ഭയങ്കര അബാൻഡൻമെൻറ്റ്, അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങൾ, സൂയിസൈഡൽ ജസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അയാളുടെ മൂഡ് എങ്ങനെയുണ്ട്? ആങ്കറിൽ നിന്ന് ഡെസ്പയർ, ഹി ഹാസ് ബിക്കം വെരി ഡെസ്പറേറ്റ്, ആ ദേഷ്യമൊക്കെ ഡെസ്പറേഷനിലോട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഹീസ് അജിറ്റേറ്റഡ്. ഇങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ എന്താണ്? അഡ്മിനിസ്റ്റർ ബെൻസോഡയസെപ്പിൻ, ഇനിഷ്യേറ്റ് സൂയിസൈഡ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ക്ലോസ് ഒബ്സർവേഷൻ, പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ബിഹേവിയറൽ കോൺട്രാക്ട് ഓർ outpatient follow-up, arrange for family therapy to address relationship and conflicts. സോ ഇവിടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഫെയിലിയർ ആയിട്ട് പിന്നെ മൊത്തത്തിൽ അജിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനാണ്. അപ്പം നമ്മളിവിടെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ളത്? സോ വി ഹാവ് ടു ഡു എ suicidal risk assessment and you should closely observe. കാരണം ഇവിടെ എന്താണ്, ഇയാൾക്ക് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ് ഇയാളുടെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ, അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ആ ഒരു ഐഡിയേഷൻസ് ഒക്കെ വരുന്ന ആളാണ്. അപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ ആണ് ഇവിടെ പ്രയോറിറ്റി. അപ്പോൾ ഓൺ വൺ ഒബ്സർവേഷനോ റിസ്ക് അസസ്മെൻറ്റോ ഒക്കെയാണ് ഇവിടെ നീഡഡ്. മറ്റു കാര്യങ്ങൾക്കൊക്കെയും അവിടെ ഇപ്പോൾ ബെൻസോഡയസെപ്പിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സിംറ്റംസ് വേഴ്സൺ ചെയ്യും. പിന്നെ കോൺട്രാക്റ്റ് എഴുതി അത് ഡിസ്കസ് ചെയ്യും, അതൊക്കെ ഇമ്പോർട്ടൻ്റ്, ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ദീസ് തിങ്സ് ക്യാൻ വെയിറ്റ്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഇതിൻ്റെ ആവശ്യം അല്ല വേണ്ടത്. സോ പ്രിവെൻറ്റിംഗ് ദി സൂയിസൈഡൽ റിസ്ക് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്.